back to another episode of Juby's vlog. Juby's vlog. Yeah, it's my vlog. Yeah. Is it my vlog? Yes. Oh, it's not a picture. What are you going to do, Ira, today? Make momos. Oh, yeah. ഞങ്ങൾ ഇന്ന് ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ചിക്കൻ മോമോസ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ലിറ്റിൽ ഹെൽപ്പറായിട്ട് ഐറയാണ് ഉള്ളത്. അപ്പോൾ ഐറ ഇന്ന് എന്നോട് പറഞ്ഞു കട്ട് ചെയ്തൊക്കെ തരാം. അപ്പം എന്നിട്ട് ഞാൻ രാവിലെ മക്കളോട് ഒരു ഒരു ചായ ഉണ്ടാക്കി തന്നില്ലേ? ചായ ഉണ്ടാക്കി തന്ന് അന്ന് ഞാനാണ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാന്. പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്ത് തന്നു സോസിന് വേണ്ടിയിട്ട്. അപ്പം എന്താണ് ഇനിയിപ്പോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വാഷ് ഡിഷസ് കാണണോ? അവള് വാഷ് ചെയ്ത ഡിഷസ് മെയിൻ അവളൊന്ന് വാഷ് ചെയ്തത് ഇതായിരുന്നു. ചിക്കൻ മോമോസ് മൈദ ഉണ്ട്. മൈദയുടെ കൂടെ നമ്മൾ സോൾട്ടും വാട്ടറും മിക്സ് ചെയ്യണം. ഞാനാണ് മിക്സ് ചെയ്തത്. എനിക്കറിയത്തില്ല അത് വീഡിയോ ചെയ്യാനും. ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഓൾ പർപ്പസ് ഫ്ലോർ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒരു നേരിയ ഒരു ചൂടുവെള്ളം ലൂക്ക് വോം വാട്ടറും ഒഴിച്ച് നന്നായിട്ടൊരു ഡഫ് ഉണ്ടാക്കി ഒരു 10 മിനിറ്റ് വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും ഒരു ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുത്തിട്ട് മോമോസിന് നമ്മൾ റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് സാലഡ് ഇട്ട് എന്നിട്ട് വെള്ളം എടുക്കണം. മൈദ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എനിക്ക് ഹെൽപ്പറുണ്ട്. ഓക്കെ, അവൾ എന്നോട് പറഞ്ഞു അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ. അപ്പോൾ ഐറ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മൈദ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മൈദ ഇട്ട് തന്നത് ഐറയാണേ. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി മൈദ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഡഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് ഹായ് ഗായ്സ്, ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ഒരു 5-6 കഷ്ണം ചിക്കൻ എടുത്തു. ഒത്തിരി പേരൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചിക്കൻ എടുത്താൽ മതി. അപ്പം കുറച്ച് മോമോസ് എന്ന് പറയുന്നത് ലിറ്റിൽ ആയിട്ടുള്ള ടൈനി ആയിട്ടുള്ള സ്നാക്സ് ആയതുകൊണ്ട് അതിലേക്ക് ഒരുപാട് ഫില്ലിങ്സ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ച് ഉണ്ടാക്കിയാലും മതി. അപ്പം ഞാനൊരു 5-6 കഷ്ണം എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി വേസ്റ്റാക്കി കളയണ്ട എന്ന് വിചാരിച്ചു കാണുന്നത്. ഞാൻ അതിലേക്ക് ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച ഒരു പേസ്റ്റ്. പിന്നെന്ന് പറയുന്നത് നമുക്ക് കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. വേറെ മസാലപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെയൊന്നും ഇടുന്നില്ല. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു ഡിഷാണ് നമുക്ക് സോയ സോസ്. അപ്പോൾ സോയ സോസ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ഇടാം, നമുക്ക് ഇഷ്ടമാണത്. അതുകൊണ്ട് സോയ സോസ്. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ മസാല എന്ന് പറയുന്നത്. ഈ മാവ് പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് തിന്നും ആക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്കും ആക്കരുത്. അപ്പോൾ അതൊരു മീഡിയം രീതിയിലാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡബ്ലിങ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും മേക്കിംഗ് വീഡിയോയിലാണ്. ഞങ്ങൾ ഏകദേശം ചപ്പാത്തി ഒക്കെ ഇങ്ങനെ പരത്തി ചെറിയ സംഭവങ്ങളൊക്കെ ആക്കി ഞങ്ങൾ വെക്കുന്നുണ്ട്. ഭയങ്കര ഡിസ്റ്റർബൻസാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വന്നിരുന്നു. തുടക്കത്തിലൊക്കെ നല്ല കുട്ടിയായിരിക്കും, പിന്നെ ഞങ്ങളുടെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിവേ ഞങ്ങൾ അതിപ്പോൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആ മാവെല്ലാം ആദ്യം വലുതായിട്ട് പരത്തി നിങ്ങളെ കാണിച്ചതുപോലെ അത് പിന്നെ ഒരു ചെറിയ സർക്കിളായിട്ട് മുറിച്ചെടുത്തു. എൻ്റെ കയ്യിൽ ഒരു കട്ടർ ഉണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കിട്ടുന്ന ആ കട്ടർ വെച്ചിട്ട് ഞാൻ മുറിച്ചെടുത്തു. ഏകദേശം ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഫോൾഡ് ചെയ്യാൻ പോകണം. ഫോൾഡ് ചെയ്തിട്ട് ആ സ്റ്റഫ് അതിനകത്ത് വെക്കാം. ഞാൻ ഇതെന്തായാലും കാണിക്കാം കേട്ടോ. കാണണം കേട്ടോ ഇതാ. ഓക്കെ, എന്നിട്ട് ഞാനും ഉമ്മായാണ് ഇത് ഉണ്ടാക്കി. ഇവിടെ കയ്യതുണ്ടോ? എന്തായാലും അത് മോമോസിന്റെ മോമോസ് ആണ്. മോമോസിന്റെ ഷേപ്പ് ഞങ്ങൾ പലതരത്തില് ഷേപ്പ് ആക്കിയിട്ടുണ്ട്.
ചിലതൊക്കെ ശരിയായിട്ടുണ്ട്, ചിലതൊന്നും ശരിയായിട്ടില്ല. എന്നാലും ഞാനിതൊരു 25 minutes ബോയിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മോമോസിൻ്റെ ഷേപ്സ്. ലുക്ക് അറ്റ് ദിസ്. ഐറ ഞാനിവിടെ ഉണ്ടാക്കിയത് കേട്ടോ. ഈ സാധനം ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് ചൊറിയാൻ വേണ്ടിയിട്ട് വരുന്നതാ. ആക്ച്വലി എൻ്റെ കയ്യിൽ ഇഡലി തട്ടായിട്ടല്ല ഉള്ളത്, എൻ്റെ കയ്യിൽ ഇഡലി കുക്കറാണുള്ളത്. അപ്പം അതിനകത്തൊരു പാത്രം വെച്ച് സെറ്റ് ചെയ്തെല്ലാം കൂടെ നിരത്തി വെക്കാൻ പറ്റില്ല ഞാൻ, അതുകൊണ്ട് ഇങ്ങനെയാണ് ഗൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് സ്റ്റീം ചെയ്യുന്ന എടുക്കാം. ഓക്കെ, ഈ ആ വറ്റൽമുളകും തക്കാളിയും കൂടെ വെന്തതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള ഒരു മിശ്രിതമാണിത്. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് ഈ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആ തക്കാളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ അരച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിക്കുക. ഓക്കെ, അപ്പം അതിനകത്തേക്ക് നമുക്ക് നെക്സ്റ്റ് വേണ്ടെന്ന് പറയുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. റൈറ്റ്, അപ്പം അതുകൂടെ ഇടുക. പിന്നെ നമുക്ക് വേണ്ടെന്ന് പറയുന്ന മെയിൻ സാധനം സോയ സോസ്. അപ്പം ഇതൂടെ ഒഴിച്ച് നന്നായിട്ട് എപ്പോഴും ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതിലേക്ക് നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ സോസിനകത്ത് നമ്മൾ ഒഴിക്കണം. അപ്പം അതുകൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കാം. ഞാൻ തക്കാളി വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനിയും ഉപ്പ് ഇടാൻ പോകുന്നു. അപ്പം ഈ ഒരു മിക്സ് ഏകദേശം ഒരു 5 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇതാണ് ശരിക്കും ഔട്ട്കം. വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി തട്ടിൽ എണ്ണ ഒഴിക്കാനായിട്ടാണ് വെച്ചത്, അതുകൊണ്ട് അടിയിൽ കുറച്ച് സ്റ്റിക്കായി. ഏകദേശം ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഐറാക്കി നല്ല ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഐറ, ഈസ് ഇറ്റ് ഗുഡ്? ഈസ് ഇറ്റ് യമ്മി? ഓക്കെ, അകത്തെ ഫില്ലിങ്സും കാണിച്ച് ഓക്കെ, ഇൻസൈഡ് ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നല്ല എമ്മി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പം അലോങ് വിത്ത് ദാറ്റ് ഈ സോസ് കൂടെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ്. പക്ഷെ മക്കൾക്ക് സോസ് വേണ്ട, അവർക്ക് എരിവാന്ന് പറഞ്ഞാൽ, പക്ഷെ അവർ കൂട്ടുന്നുണ്ട് സോസ്. അപ്പം ഗായ്സ്, ഞാൻ എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ മോമോസ് ഉണ്ടാക്കിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിക്കൻ മോമോസ് ഏകദേശം മക്കൾ കഴിക്കുന്നുണ്ട്. അവർക്ക് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. അവർ മറ്റേ സോസ് കൂട്ടുന്നില്ല, നല്ല എരിവുണ്ട്. ഞാൻ 3 വറ്റൽമുളക് ഇട്ടു. അപ്പം ഞാൻ ഗായ്സ് 2 വറ്റൽമുളക് ഇടാവുള്ളൂ. പിന്നെ എൻ്റെ സൗണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോൾഡ് ഉണ്ട്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ. അപ്പോൾ 2 വറ്റൽമുളകും 2 ബിഗ് ഒനിയനും ആട്ടോ ഇടേണ്ടത്. 3 ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർ ഇട്ടോളൂ, അല്ലെങ്കിൽ ഇടാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്നാണെങ്കിലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് എൻകറേജ് മീ ബൈ കമൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് മിസ്റ്റേക്ക്, ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് ഉണ്ടാക്കുന്നവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചെങ്കിൽ അതും പറയാം. അപ്പോൾ എനിക്കതൊന്ന് കറക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ സീ യു ഓൾ, ബൈ, ടേക്ക് കെയർ, ബൈ.